ഇത് നവംബർ 2 വീഡിയോ ആണ് കേട്ടോ, നമ്മുടെ നിക്കാഹ് ദിവസത്തിൻ്റെ വീഡിയോ. കുറേ ദിവസമായി ഇത് ഫോണിൽ ഇങ്ങനെ ഉണ്ട്, എഡിറ്റ് ചെയ്തിടാനൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കല്ലടിക്കോട് പോയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മണവാളൻ ചിക്കന്. തലേന്ന് നല്ല വൈകിട്ട് നമ്മളൊന്ന് കിടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ നീറ്റ് മാറ്റാൻ കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് ആളുകളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഒരു ബസ്സും നമ്മളെ വണ്ടികളൊക്കെ കൂടി പാലക്കാട് പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഹാമ്പേഴ്സൊക്കെ എടുത്ത് സെറ്റായി ഇറങ്ങാണ് കേട്ടോ. ഇതാണ് ജെസ്സിയും ഫാമിലിയാണ് കേട്ടോ. അവരൊക്കെ ബ്ലാക്കീസ് അയക്കുകയാണേ. അവിടെ അടുത്തൊരു പള്ളിയിൽ നിക്കാഹ്, ഓഡിറ്റോറിയത്തിൽ ഫംഗ്ഷൻ, അങ്ങനെയാണ് കേട്ടോ. അപ്പം നമ്മളവിടെ പോയി, ആണുങ്ങളൊക്കെ പള്ളിയിൽ പോയി നിൽക്കാതിന് വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ആ പള്ളിയുടെ സൈഡിൽ നിന്ന് സമക്കുട്ടിക്കൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് അങ്ങനെ എത്തിയതാണ് നമ്മുടെ മണവാട്ടിപ്പെണ്ണ്. നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അത്ര വലിയ ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല, ഒക്കെ അടുത്തടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ മണവാട്ടിയെ കണ്ട് എല്ലാവരും ആദ്യമായിട്ട് കാണണേ ഷെയ്ക്കാൻ്റെ കൊടുക്കണയൊക്കെ മൊമെൻറ്റ്സാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ നമ്മളങ്ങനെ അവളെ മഹർ ഇട്ട് നേരെ ഡ്രസ്സ് ചെയ്യിക്കാൻ കൊണ്ടുപോയി. നമ്മൾ മാലയും ബ്രേസ്ലെറ്റും വളയും ആണ് മഹറായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. രണ്ടാൾക്കും ഭയങ്കര മടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്യാമറമാൻ ഓരോ ഫോട്ടോ പോസൊക്കെ പറയുമ്പോൾ രണ്ടാളും ആകെ ഷൈ അടിച്ച് നിൽക്കുകയാണ്. ഇത് അവരവിടുന്ന് ഓൾറെഡി ഇട്ട് നിന്നിരുന്ന ഡ്രസ്സാണ്. ഇത് നമ്മൾ മഹറിട്ടതിന് ശേഷം മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത് ഫാമിലിയിൽ നിന്നാണ്. ബ്രൈഡ് ഇവൾക്ക് ഈ ദിവസം ഇടാനുള്ള ഡ്രസ്സും നമ്മൾ ഫാമിലിയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഒരു ബ്യൂട്ടീഷ്യനെയും കൂടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവളെ മഹറിട്ടിന് ശേഷം അവരൊക്കെ ഡ്രസ്സിങ് റൂമിലേക്ക് ആക്കിയിട്ട് ഞങ്ങളൊക്കെ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ തലേദിവസം ഡ്രസ്സ് കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് കുറേ ടൈം സേവ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അവർക്ക് കൂടി ഡ്രസ്സ് എടുക്കണം എന്നുള്ളത്. അപ്പോൾ പിന്നെ അവരുടെ ആഗ്രഹം പോലെ ആവട്ടെ വിചാരിച്ച് അങ്ങനെ നമ്മൾ വേറെ ഡ്രസ്സ് എടുത്തു, അവിടെ പോയി മാറ്റലാണ് കേട്ടോ. പക്ഷേ നമ്മളപ്പോൾ ഡ്രസ്സ് ചെയ്യാൻ എന്നുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് മാറ്റി തീരൂലല്ലോ തോന്നും. അപ്പോൾ പിന്നെ എല്ലാവർക്കും ധൃതിയാകും, വേഗമാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളാവും. നമുക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അങ്ങനെ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആംബസെറ്റൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ക്യാമറാമാൻ പറഞ്ഞിട്ട് ഓരോ കാട്ടിക്കുട്ടലുകളാണ് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് ഫാമിലി ഫോട്ടോ സെഷൻസൊക്കെയാണ് കേട്ടോ. ചില ഭാഗങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ചില ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ കുറച്ചൊക്കെ കോയനെ ഏൽപ്പിച്ചിരിക്കുന്നു കേട്ടോ വീഡിയോ എടുക്കാൻ. ഓനായിരുന്നു ക്യാമറാമാൻ. ഓൻ്റെ കെയർ ഓഫിൽ നമുക്ക് ക്യാമറാമാനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനുണ്ടായിരുന്നു വേറെ ആളുടെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഫോട്ടോ എടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു ചില ക്ലിപ്സൊക്കെ ലാൻഡ്സ്കേപ്പിലാണ്, ചില ക്ലിപ്പൊക്കെ പോർട്രേറ്റിലാണ് തോന്നി. പക്ഷെ എന്തായാലും ഇതൊരു മെമ്മറി ആയിട്ട് യൂട്യൂബിൽ കിടക്കട്ടെ വിചാരിച്ച് ഞാൻ അതങ്ങനെ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഇടക്കിടക്കൊക്കെ നമ്മളെ മക്കളൊക്കെ വലുതായാലും ഇരുന്ന് കാണാമല്ലോ. ജയ്സലാക്കാൻ്റെ നിക്കാഹ് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ അവർക്ക് ഒരു കാലത്തൊക്കെ കണ്ട് പറയാമല്ലോ. അപ്പോൾ ഈ ഒരു മെമ്മറിയായിട്ട് അവിടെ കിടക്കട്ടെ അല്ലേ. സൗസൻ കേട്ടോ മണവാട്ടിയുടെ പേര്, അത് പറയാൻ വിട്ടു. അപ്പോൾ നമ്മൾ സൗസനെ ആ ദിവസം വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. അന്ന് രാത്രിനെ തിരിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മളൊരു സ്പോട്ട് കണ്ടപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ഔട്ട്ഡോർ ഫോട്ടോസും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.